ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ സദ്യയിൽ പലരുടെയും ഫേവറേറ്റായ ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ എങ്ങനെ നല്ലൊരു ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാമെന്ന് വേഗം തന്നെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലെയും 2 ചെറുതും. 2 മീഡിയം സൈസിൽ എടുത്താലും മതിയാവും. സദ്യയിൽ നമ്മളിത് ഒരുപാട് കൂട്ടുന്ന കറിയല്ലല്ലോ, അപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നല്ല രീതിയിൽ കഴുകി തൊലി കളഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഏറ്റവും ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തല്ല, ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലാത്തത് കാരണം ഞാൻ നമ്മുടെ ഈ വെജിറ്റബിൾ ചോപ്പർ അതിനകത്തിട്ട് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ വെജിറ്റബിൾ ചോപ്പർ യൂസ് ചെയ്തത് കാരണം അവസാനം ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാനായിട്ട് ഗ്രേറ്റർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിനെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ടെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് 6 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 6 മിനിറ്റ് ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടെല്ലാം വെന്ത് വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടൊരു അരപ്പ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ കൂടിപ്പോകരുത്. ഇതിൽ തേങ്ങ ഒത്തിരി ആഡ് ചെയ്താൽ നമ്മുടെ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 1/2 കപ്പോ അതിന് കുറച്ച് താഴെയോ ആയിട്ട് നിന്നാൽ മതിയാവും. അതിനുശേഷം 2 വലിയ പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം, ഏകദേശം 1 ഇഞ്ചോ 1/2 ഇഞ്ചോ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഞാൻ 1/4 ടീസ്പൂൺ കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ വെന്ത ബീട്രൂട്ടിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നമ്മുടെ ആ ഒരു ബീട്രൂട്ടിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരണം. അപ്പോൾ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം, അതായത് ഹൈ ഫ്ലെയിമിലൊന്നും ആയിപ്പോരുത്, ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 കപ്പ് തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ചൂടായി പോരുത്. തൈര് പെട്ടെന്നൊന്ന് പിരിഞ്ഞു പോവും. അങ്ങനെയാണെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു തീയിൽ മാത്രം വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എനിക്ക് ഈ കറി നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. നല്ല കളറോട് കൂടി നല്ല സ്മൂത്തായിട്ട്. അതല്ല എങ്കിൽ ആദ്യമേ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയായിരുന്നെങ്കിലും അങ്ങനെ അരയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനിവിടെ കട്ട് ചെയ്തത് കാരണമാണ്, അതായത് മറ്റേ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തത് കാരണമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കിത് നല്ലൊരു സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. നേരത്തെ ചേർത്ത ഉപ്പ് പോരാ എങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ചേർത്ത് എല്ലാം പാകമാണെങ്കിൽ ഇനി അവസാനമായിട്ട് നമുക്ക് ചെറിയൊരു താളിപ്പ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു ചെറിയ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ താളിപ്പ് റെഡി. ഇനി നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എന്നാലും എൻ്റെ രീതിയിൽ ഒന്ന് ചെയ്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എന്നെ അറിയിച്ചേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. See you then. Bye bye.